എന്താണ്? 50 ലക്ഷം ആൾക്കാർ കണ്ടു, പറയാവുന്നതിനപ്പുറം എന്നെ പറഞ്ഞു. അപ്പോ കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത്. എത്ര വലിയ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നാലും അവരും മനുഷ്യരാണ്. ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നവ്യ ചേച്ചിയെ കുറിച്ചാണ്. നമ്മുടെ നവ്യ നായർ, നടി നവ്യ നായരാണ്. അപ്പോൾ പുള്ളിക്കാരുടെ ഒരു വീഡിയോ റീസെന്റ് ആയിട്ട് വളരെ 19 ലക്ഷം അടുപ്പിച്ചെന്തോ ആൾക്കാർ അത് കാണുകയുണ്ടായി. ആ വീഡിയോ ആ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു പെങ്കൊച്ചിന് ഒരു കുഞ്ഞിന് ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ ആ വീഡിയോയുടെ സത്യാവസ്ഥ എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വീഡിയോ കാണുമ്പോൾ എന്താണ്, ആ കൊച്ചു ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് സെൽഫി ഓണാക്കി വെച്ചിട്ട് നിൽപ്പുണ്ട്. നവ്യ നായർ എന്താണ് ഒരു രണ്ടുപേരോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ. പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്താണ് അവിടെ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ പെങ്കൊച്ചും അവിടെ നിൽപ്പുണ്ട്. ഈ അടുത്ത് നിൽക്കുമ്പോൾ എന്താണ് ആ കൊച്ചിനോട് എന്താണ് സെൽഫി എടുക്കാതെ എന്താണ് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നവ്യ നായർക്ക് ജാട എന്നുള്ള തരത്തിലാണ് നമ്മൾ എന്തൊരു സംഭവം എന്നാലും അത് പൂർണ്ണമായിട്ട് അത് കാണാതെ നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത് നവ്യ നായരല്ല, ഇത് സാധാരണക്കാരൻ എന്നായിരുന്നു. ഒരു മുഴുവൻ ഒരു കാര്യം കേൾക്കാതെ ഒരാളിനെ ജഡ്ജ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്കത് പുറമേ നിന്ന് കാണുമ്പോൾ, കാരണം ഈ വീഡിയോ എടുത്തിട്ട് സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലുള്ള എന്താണ് ചാനലുകൾ, ഓൺലൈൻ ചാനലിലായിരിക്കും. അപ്പൊ അവർ കൊടുത്ത ക്യാപ്ഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പെങ്കൊച്ച് വന്നപ്പോൾ എന്താണ് സെൽഫി എടുക്കാൻ വിസമ്മതിച്ചു, നവ്യ നായർക്ക് ചാടുന്ന തരത്തിലേക്കാണ് ഉള്ളൊരു എന്താണ് ക്യാപ്ഷനൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഈ പറയുന്ന എന്തൊക്കെ 19 ലക്ഷം ആൾക്കാർ കണ്ടാവും വീഡിയോ. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നവ്യ നായരെ കുറിച്ച് എന്താണ് നവ്യ നായർക്ക് ജാടയാണ് അല്ലെങ്കിൽ വളരെ മോശമായിട്ട് എന്ത് ചെയ്യും മോശമായിട്ട് എന്ത് ചെയ്യും ആൾക്കാർ നെഗറ്റീവ് കമന്റുകൾ എഴുതാം ഒക്കെ. പക്ഷെ നവ്യ നായർ അങ്ങനെ ഒരാളല്ല. കാരണം ഒട്ടുമിക്ക അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും അവർ സെൽഫി എടുക്കാൻ നിന്നു കൊടുക്കുന്ന ഒരാളാണ്. ഓക്കെ, സമ്മതിക്കുന്ന ആളാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവർ ഡാൻസ് കളിച്ച് അത്രയും അധികം പ്രാക്ടീസും ഈ പ്രോഗ്രാം ഒക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരാൾ ടയർഡാവും. ഓക്കെ, അവരെത്ര സെലിബ്രേറ്റ് ചെയ്തിരുന്നാലും അല്ല എത്ര സൂപ്പർ സ്റ്റാറുകളായിരുന്നാലും അവർ മനുഷ്യരാണ്. അവർക്കും ഈ പറയുന്ന ക്ഷീണവും ടയർഡും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മനസ്സിലായില്ലേ? പക്ഷെ ഇതിൽ നടന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇത് നവ്യ നായർ ഈ പറയുന്ന ഈ പെങ്കൊച്ചിന്റെ അമ്മയും ഈ പെങ്കുട്ടിയും എന്ന് എന്താണ് ഇതിന് എക്സ്പ്ലനേഷൻ തരുന്ന ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കണ്ടിട്ട് വരും. ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല. നമ്മള് ഫോട്ടോ എടുക്കാൻ മോള് ചെന്നപ്പോ നമുക്ക് ഗ്രൂപ്പായിട്ട് എടുക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. മോള് ഫോട്ടോ എടുത്തായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ, ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ ഇതിനെ കുറിച്ച് വന്നപ്പോ നമ്മളിത് അറിഞ്ഞില്ല. എന്റെ ഒരു കസിനാണ് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന് ഒരു കമന്റ് ഇട്ടായിരുന്നു നമ്മളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വീട്ടിൽ പോസ്റ്റ് ചെയ്തില്ല. ഇപ്പം എനിക്ക് കുറച്ച് അല്ലെങ്കിൽ നവ്യ എന്താ അത്ര ജാട കാണിച്ചേ എന്ന് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം റിയാലിറ്റി നിങ്ങളുടെ ഓഡിയൻസും അറിയുന്നില്ല. പക്ഷെ അത് എഴുതുന്ന സമയത്ത് ഇവര് ഡാൻസ് കളിച്ച് നിൽക്കുമ്പോൾ ഇവരുടെ കാലൊടിഞ്ഞു പോകട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് സോ പെയിൻഫുൾ. കാരണം എപ്പോഴും എല്ലാത്തിനും രണ്ട് ഭാഗം. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എത്രയോ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ അറിയാം. എനിക്ക് ഈ സോഷ്യൽ മീഡിയ എന്താണ് വീക്ക് അവർ മീഡിയ അങ്ങനെ എന്തോ ഇവരൊന്നും എനിക്ക് നന്നാക്കാനോ ഇവരുടെ ഒന്നും അവർ കണ്ടുകൊണ്ട് നിൽക്കാണ് എന്താ സംഭവിച്ചതല്ല. അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള ഈ ദുഷിപ്പിനെ എനിക്ക് നേരാക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യൂസ് മാത്രം മതി. 19 ലക്ഷം ആൾക്കാർ കണ്ടു, പറയാവുന്നതിനപ്പുറം എന്നെ പറഞ്ഞു. അപ്പോ കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത്. നേരായ വഴിയിലൂടെ നല്ല മാർഗത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ എല്ലാ ഓൺലൈൻ മീഡിയയ്ക്ക് പറ്റും. അതിന് ഇത്രയും കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ വിഷമിപ്പിക്കുന്നത് ഇത് നല്ലതല്ലാന്ന് എല്ലാവരോടും എനിക്കൊരു വലിയ അഭിപ്രായമുണ്ട്. അവരെന്താ പറയുന്നത്, ഗ്രൂപ്പായിട്ടുള്ള ഒരു ഫോട്ടോ ഒരുമിച്ച് എടുക്കാം, ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുക്കാം എന്നുള്ള രീതിയിൽ അവർ ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഇത് അവർ പോലും അറിയത്തില്ല, അവർ പോലും അറിഞ്ഞില്ല ഈ സംഭവം ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകുന്നത്. പിന്നെ അതിന് ശേഷമൊക്കെയാണ് എന്താണ് അവർ ഇതിന് എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ എത്ര ആൾക്കാർ കാണും? മറ്റേ 19 ലക്ഷം ആൾക്കാരെ കാണും. ഈ വീഡിയോ എത്ര ആൾക്കാർ കാണും? ഇത് എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്ന എത്ര ആൾക്കാർ കാണും ഈ വീഡിയോ? വളരെ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ. അപ്പൊ എത്ര ആൾക്കാർ ഈ പറയുന്ന നവ്യനെ കുറിച്ച് വളരെ മോശമായിട്ട് ചിന്തിക്കും ഇല്ലേ? അപ്പൊ നമ്മളൊരു ചിലപ്പം ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാതെ നമ്മൾ ഒരിക്കലും ഒരാൾ ജഡ്ജ് ചെയ്യരുത്, മനസ്സിലായിട്ട്. അപ്പം അവര് ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുത്തിട്ട് അവർ പോവുകയും ചെയ്തു. പല ഓൺലൈനായിട്ടുള്ള ചാനലുകൾ എന്താണ് ചിലപ്പം അവർ ഇടുന്ന ക്യാഷ് വേറെ ഒന്നുമില്ല, റീച്ചിന് വേണ്ടിയിട്ടാണ്. ചിലപ്പം വീഡിയോ ഒരു 10 വ്യൂസ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പല ആൾക്കാരുടെയും എന്തുമാത്രം ബാധിക്കുന്നുണ്ടെന്ന് അവരും ചിന്തിച്ച് നോക്കേണ്ടതാണ്. അപ്പം അവരെ കുറിച്ചൊരു മോശമായിട്ട് നവ്യ പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, പിന്നെ അവർ ജാടയാണെന്നുള്ള തരത്തിലേക്ക് പലതരത്തിൽ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ആൾക്കാർ നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ നവ്യക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. നവ്യ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ തന്നെ ഒരുപാട് ഫോട്ടോയിലും കാണിച്ചിട്ടുണ്ട്. കൊച്ചിനായിട്ട് ഒന്ന് ഫോട്ടോ എടുത്ത് നിൽക്കുന്നതായിട്ട്. എത്ര വലിയ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നാലും അവരും മനുഷ്യരാണ്. അവർക്ക് ഈ പറയുന്ന ടയർഡ് ഉണ്ടാവും,
നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ നമുക്ക് താഴെ നിന്ന് കാണുമ്പോൾ നിസ്സാരമായിട്ട് വലിയ ശരീരം നടങ്ങുന്ന പണിയൊന്നും അല്ലല്ലോ. ഡാൻസ് കളിക്കുന്നു, അവർ പോകുന്നു, എന്നിട്ട് നമുക്കൊരു സെൽഫി എടുത്തിട്ട് അവർ ചോദിച്ച് തന്നില്ലല്ലോ. ഞാൻ നവ്യനായുടെ കാര്യമില്ല ബ്രോ, വേറെ ആൾക്കാരുടെ ആയിക്കോട്ടെ, സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാവർക്കും മനുഷ്യരാണ്. അവർക്ക് പ്രഷർ ഉണ്ടാവാം, അല്ല അവർക്ക് എന്താണ് ഈ മാനസികമായിട്ടുള്ള പല വെല്ലുവിളികൾ ഉണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള ലോസുകൾ സംഭവിക്കും, സിനിമ നഷ്ടത്തിലും സിനിമ പൊട്ടുമ്പോഴും അല്ലെങ്കിൽ എന്താണ് പലതരത്തിലുള്ള അവസരം നഷ്ടപ്പെടുമ്പോഴും പല സാഹചര്യങ്ങളും ഫാമിലിക്ക് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഒരു സെൽഫി എടുക്കാനും നമ്മളെ കണ്ട് ചിരിച്ചെന്ന് ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരത്തില്ല. അത് നവ്യയുടെ കാര്യത്തിലല്ല, എല്ലാ ആൾക്കാരുടെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പൊ ജാട എന്ന് പറയുന്നതല്ല, ചില സാഹചര്യങ്ങളിൽ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവര് പബ്ലിക്കായിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് കരുതരുത്. കാരണം അവർ മനുഷ്യരാണ്, അവർക്ക് പേഴ്സണൽ, അവർക്ക് സ്വകാര്യത എന്ന സംഭവം ഉണ്ടാവും. നമ്മളെല്ലാവരും അവരുടെ അനുവാദം ചോദിച്ചിട്ട് വേണം നമ്മൾ സെൽഫി എടുക്കാനായിരുന്നു ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് ഞാൻ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ നമ്മൾ ഒരു റിക്വസ്റ്റ് ചെയ്തിട്ട് വേണം ചോദിക്കേണ്ട. അല്ല നമ്മളൊരു പബ്ലിക് പ്രോപ്പർട്ടി, നമ്മൾ എന്താ പബ്ലിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയിൽ ചെന്ന് ഫോട്ടോ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും പല ആൾക്കാരും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഞാൻ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം പറയുന്നതാണ്. മനസ്സിലായി? നമുക്ക് എല്ലാ സമയത്തും ചിലപ്പം ഫോട്ടോ എടുക്കാനുള്ള മാനസികാവസ്ഥയില്ല ആയിരിക്കത്തില്ല ചിലപ്പോൾ അവർ. മനസ്സിലായി? വീഡിയോ തന്നെ വെച്ചിട്ട് അവർ ഡാൻസ് കളിച്ചിട്ട് വളരെ ടയർഡായിട്ട് ആ വണ്ടി കയറി പോകുന്നതാണ് കാണുന്നത്. അപ്പൊ ഈ നവ്യ നായരല്ല, ഏത് ആൾക്കാരെന്നല്ല, ഷൂട്ടിംഗ് ആയിക്കോട്ടെ, സിനിമ ഷൂട്ടിംഗ് ആയിക്കോട്ടെ, സീരിയൽ ഷൂട്ടിംഗ് ആയിട്ട് പല ആൾക്കാരും വളരെ ടയർഡായിട്ടും എത്രയോ മണിക്കൂറായിരിക്കും ചിലപ്പോൾ ഷൂട്ടിംഗായിട്ട് നീണ്ടു പോകുന്നു. രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല ചിലപ്പോൾ. മനസ്സിലായി? അപ്പൊ നല്ല ടയർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പിന്നെ അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പിന്നെ നമ്മൾ ചിലപ്പോൾ ഒരാൾക്കാരുടെ എടുത്തു, രണ്ടാൾക്കാരുടെ എടുത്തു, ഒരുപാട് ആൾക്കാർ കൂടും എന്ത് ചെയ്യും ചിലപ്പോൾ. അപ്പൊ അവർക്ക് ചിലപ്പോൾ അത് സാധിച്ചെന്ന് വരത്തില്ല. മനസ്സിലായി? കാരണം നമ്മൾ ഒരാളുടെ ഫോട്ടോ എടുക്കാൻ നിന്ന് ചിലപ്പോൾ ഇവരുടെ നഖം കയറി അവിടെ ഫേസിൽ മുറിയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ എന്താണ് ഈ പറയുന്ന പാടുണ്ടാവും. അപ്പോൾ ഒരാളുടെ ഫേസ് ആണ് ഈ പറയുന്ന അവരുടെ ഒരു തൊഴിലിനെ മുന്നോട്ട് കൊണ്ടുപോകും. മനസ്സിലായി? അപ്പൊ അതുകൊണ്ടാണ് പല ആൾക്കാരും ഈ ജനങ്ങളുടെ ഇടയ്ക്ക് ഡിസ്റ്റൻസ് പാലിക്കുന്നതിന്റെ കാര്യം അതാണ്. പല ആൾക്കാരും സ്നേഹം കൊണ്ടാണ് ചിലപ്പോൾ തോളി കൈയിടാൻ തോന്നും. ചിലപ്പം ആരും മനഃപൂർവ്വം ചെയ്യുന്നല്ലോ, അവരുടെ നഖം കയറി കൊള്ളാം, അവർക്ക് പരിക്ക് പറ്റാം. അപ്പൊ അവർക്ക് പരിക്ക് പറ്റി കഴിഞ്ഞാൽ ഇവരെ വിശ്വസിച്ചിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവർക്കും ലോസ് ഉണ്ടാവും, അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കും. അപ്പൊ അതൊക്കെ കൊണ്ടാണ് അവർ ഈ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരും കഴിയുന്നത് പോലെ എല്ലാവരും സെൽഫി എടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ അത് പറ്റാതെ വരത്തില്ല. അതങ്ങനെ പറ്റാതെ വരുമ്പോൾ പല ആൾക്കാരും അത് ജാടയാണെന്ന് എന്നൊക്കെ പറയാറുണ്ട്. ജാട ഉള്ള ആൾക്കാരും ഉണ്ടായിരിക്കാം. മനസ്സിലായല്ലേ? അത്യാവശ്യം ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. താല്പര്യമില്ലാത്തവരെ നമ്മൾ ഇത് ഫോട്ടോ എടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ കാര്യം നോക്കി നമ്മൾ ചെയ്യാറുണ്ട്. ഇതുപോലത്തെ പല കാര്യത്തിനും ചെന്ന് സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.